എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ അഴുകൽ കൺട്രോൾ ആവാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ മഴ പിന്നെയും ഇരട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഴുകൽ കൂടാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അഴുകലിന് വേണ്ടി. പക്ഷേ എന്നിട്ടും കൺട്രോൾ ആവാത്തവർക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഒരു കോമ്പിനേഷൻസ് പറയുകയാണ്. ആദ്യം തന്നെ മാംഗോ സിബ് ഒരു 300 ഗ്രാം, മെറ്റലാക്സിൽ ഒരു 200 ഗ്രാം, വയലഡാമൈസിൻ്റെ ഒരു 300 ml 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലപോലെ നമ്മുടെ ഒരു മുക്കത്തോട്ട് സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ ചൂട്ടിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കോമ്പിനേഷനാണ് COC ഒരു 400 ഗ്രാം, മെറ്റലാക്സൈൽ ഒരു 200 ഗ്രാം, എൻ്റെ കൂടെ വാൽഡാമൈസ് ഒരു 300 ml, അല്ലെങ്കിൽ സഞ്ചാർ 40 അതൊരു 500 ml വെച്ച് നല്ലപോലെ മുക്കാത്തോടെ സ്പ്രേ ചെയ്ത് ചൂട്ടിൽ നല്ലപോലെ കാണിക്കണം. നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒന്ന് ക്ലീൻ ആക്കുക ചെയ്യുമ്പോഴത്തേക്ക്. പഴയ അഴുകിപ്പോയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഇനിയിപ്പം കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു സ്പ്രേയിങ്ങിൽ കൺട്രോൾ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പം ഒട്ടും കൺട്രോൾ ആവാത്ത സാഹചര്യമാണ്, അഴുകൽ ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്നുകളൊന്നും ചെയ്തിട്ട് നമുക്ക് അഴുകൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് 5 കിലോ കുമ്മായത്തിന് ഈ ഒരു 1/2 കിലോ മെറ്റലാക്സയിലും അതിൻ്റെ കൂടെ ഒരു 1 കിലോ COCയും കൂടെ മിക്സ് ചെയ്തിട്ട് അഴുകൽ വന്ന ചെടിക്ക് മാത്രം ഒരു പിടി ഇട്ട് കൊടുക്കുക. അഴുകൽ വന്നിടത്ത് മാത്രം നമ്മൾ ചുമ്മാ കുമ്മായം വിതറുന്ന പോലെ വിതരേണ്ട ആവശ്യമില്ല. അഴുകൽ വന്നിടത്ത് മാത്രം ഇട്ട് കൊടുക്കുക, നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ കൊത്തഴുകൽ ചിലയിടത്തൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കൊത്തഴുകലിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് ആക്രോബാറ്റ്, അതൊരു 200 ഗ്രാമും അതിൻ്റെ കൂടെ COC ഒരു 400 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് 200 ലിറ്ററിനകത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും.